ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കഥ കൂടി കേൾപ്പിക്കാം. അതിന്റെ പേരാണ് മാന്ത്രിക കുടം. ഒരു ഗ്രാമത്തിൽ ചന്തു എന്നൊരാൾ വസിച്ചിരുന്നു. അയാൾ വളരെ ശുദ്ധഹൃദയനായിരുന്നു. അയാൾക്ക് ചെറിയൊരു പലചരക്ക് കടയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അയാൾ കഴിഞ്ഞുകൂടിയിരുന്നത്. അയാൾ വസിച്ചിരുന്ന ഗ്രാമത്തിൽ വെള്ളത്തിന് വളരെ ക്ഷാമമുണ്ടായിരുന്നു. വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അവിടെ മഴ പെയ്യുമായിരുന്നുള്ളൂ. ഗ്രാമത്തിലുള്ളവർക്ക് വെള്ളത്തിനായി വളരെ ദൂരത്തോളം പോകേണ്ടി വന്നിരുന്നു. ഒരു ദിവസം ചന്തു അയാളുടെ കടയിലിരിക്കുകയായിരുന്നു. ചൂട് കാരണം അയാൾ പരവശനായിരുന്നു. അപ്പോൾ ഒരു പ്രായം ചെന്ന വ്യക്തി ചൂട് സഹിക്കവയ്യാതെ വളരെ ക്ഷീണിച്ച് തളർന്ന് അയാളുടെ കടയുടെ വെളിയിലായി വന്ന് ഇരിപ്പുറപ്പിച്ചു. കുറച്ചുനേരം മിണ്ടാതിരുന്ന ശേഷം അയാൾ പറയുന്നു, വെള്ളം, ആരെങ്കിലും ഇത്തിരി വെള്ളം തരാവോ എനിക്ക്? വൃദ്ധന്റെ വാക്കുകൾ കേട്ടിട്ട് ചന്തു ആലോചിക്കുന്നു. ഒന്നാമത് ഗ്രാമത്തില് വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ്. ഇന്ന് വളരെ കഷ്ടപ്പെട്ടാണ് കുറച്ച് വെള്ളം സംഘടിപ്പിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഈ മനുഷ്യന് വെള്ളം കൊടുത്താല് വെള്ളത്തിന് ഒരുപാട് കുറവ് വരും. വെള്ളം കൊടുക്കാതിരുന്നാൽ അതും വലിയ തെറ്റായിരിക്കും. ഈ പാവം ഈ വെയിലത്ത് നടന്നാണ് വന്നത്. ഇദ്ദേഹത്തിന് വെള്ളം കൊടുക്കുക തന്നെ വേണം. ചന്തു സമീപത്ത് വെച്ചിരുന്ന കുടത്തിൽ നിന്ന് വെള്ളമെടുത്ത് ആ വൃദ്ധന് കൊടുക്കുന്നു. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടും ആ വൃദ്ധന്റെ ദാഹം ശമിച്ചില്ല. അയാൾ ചന്തുവിനോട് വീണ്ടും വെള്ളം ആവശ്യപ്പെട്ടു. ചന്തു വൃദ്ധന് കുടത്തിൽ നിന്ന് വെള്ളം എടുത്തു കൊടുക്കുന്നതിന് മുൻപേ തന്നെ ആ വൃദ്ധൻ സ്വയം ചെന്ന് ആ കുടത്തിലെ വെള്ളം മുഴുവൻ കുടിക്കുന്നു. ചന്തു ദയനീയമായി ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി നിന്നുപോയി. ആ മനുഷ്യൻ വെള്ളം കുടിച്ച് തൃപ്തി അടഞ്ഞിട്ട് സന്തോഷത്തോടെ ചന്തുവിനോട് പറയുന്നു, നന്ദിയുണ്ട് മോനെ, നീ വളരെ ദയാലുവാണ്. ഇത്രയും ചൂടത്ത് എന്നെ പോലെ ദാഹിച്ചു വലഞ്ഞ ഒരുത്തന് വെള്ളം തന്ന് വളരെ നല്ല കാര്യമാണ് നീ ചെയ്തത്. എന്നും ഇത്തരം നല്ല കാര്യങ്ങൾ ചെയ്തോണ്ടിരിക്കുക. ദൈവം എന്നും നിനക്ക് സന്തുഷ്ടി നൽകും. ഇത്രയും പറഞ്ഞിട്ട് ആ വൃദ്ധൻ അവിടെ നിന്ന് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചന്തുവിനും വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. അയാൾ കുടത്തിനരികിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് അയാൾക്ക് ഓർമ്മ വന്നത്, അയ്യോ, കുടത്തിലെ വെള്ളം തീർന്നിരിക്കുകയാണല്ലോ. ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. ചന്തു കുടം എടുത്തുയർത്തി വായോടടുപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അല്പം വെള്ളം ഒഴുകുകയും അതോടെ അയാളുടെ ദാഹം ശമിക്കുകയും ചെയ്യുന്നു. അയാൾക്ക് സന്തോഷമായി. ഒപ്പം ഞെട്ടലോടെ ആലോചിക്കുന്നു, ഈ കുടത്തിലെ വെള്ളം മുഴുവൻ തീർന്നിരിക്കുകയായിരുന്നല്ലോ. വെള്ളം മുഴുവൻ ആ വൃദ്ധൻ കുടിച്ചു തീർത്തതായിരുന്നു. ഇതില് വീണ്ടും വെള്ളം എവിടെ നിന്ന് വന്നു? ചന്തു ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ അയാളുടെ കടയിലേക്ക് വന്നിട്ട് പറയുന്നു, ഏയ് ചന്തു ചേട്ടാ, എന്തൊക്കെയുണ്ട് ഇതിൽ എഴുതിയിരിക്കുന്ന പ്രകാരം? സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്ക്. ചന്തു കുറിപ്പ് വാങ്ങിയിട്ട് മറുപടി പറയുന്നു, എനിക്ക് സുഖം തന്നെ. നീ ഇത്രയും ചൂടത്ത് എങ്ങനെ വന്നു? പിന്നെ നിന്റെ കാലിനെങ്ങനെയുണ്ട്? ആ, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ മുറിവ് കരിയാനൊന്നും പോണില്ല ചങ്ങാതി. ഇത് ആയുഷ്കാലം മുഴുവൻ നിലനിൽക്കും. ആ, ഈ സാധനങ്ങൾ പെട്ടെന്ന് വേണമായിരുന്നു. അതുകൊണ്ടാ ഇത്രയും ചൂടത്ത് പോലും വന്നത്. വീട്ടിൽ കുറെ വിരുന്നുകാർ വരുന്നുണ്ട്. ചന്തു ലിസ്റ്റ് നോക്കി സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഗോപാൽ പറയുന്നു, ചന്തു ചേട്ടാ, വല്ലാത്ത ഉഷ്ണം, കുറച്ച് വെള്ളം തരാമോ? ക്ഷമിക്കണം, ഇത്തിരി വെള്ളം ബാക്കിയുണ്ടായിരുന്നത് ഞാൻ അങ്ങ് കുടിച്ചു. എന്തായി പറയുന്നത് ചന്തു ചേട്ടാ? കുടത്തിൽ നിറയെ വെള്ളം ഇരിപ്പുണ്ടല്ലോ, അത് നോക്കിയേ. കുടം നിറഞ്ഞിരിക്കുന്നത് കണ്ട് ചന്തു ഞെട്ടിപ്പോകുന്നു. അയ്യോ, അത് എന്റെ ഒരു കാര്യം. ഈ ചൂടത്ത് എന്റെ ബുദ്ധി ഒട്ടും പ്രവർത്തിക്കുന്നില്ല. ചന്തു ഗോപാലിന് കുടത്തിൽ നിന്ന് ഗ്ലാസ് നിറയെ വെള്ളം എടുത്ത് കൊടുക്കുന്നു. ഗോപാൽ വെള്ളം കുടിച്ചിട്ട് സാധനങ്ങളും എടുത്ത് അവിടെ നിന്ന് പോകുന്നു. ഗോപാൽ പോയി കഴിഞ്ഞപ്പോൾ ചന്തു ആലോചിക്കുന്നു, കുടത്തിൽ ഈ വെള്ളം എങ്ങനെ വന്നു? കുടം തീർത്തും കാലിയായിരുന്നല്ലോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഗോപാൽ തന്റെ സഹോദരിയെയും കൂട്ടി ചന്തുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു, ചന്തു, എന്റെ പെങ്ങക്ക് വല്ലാതെ പനിക്കുന്നുണ്ട്. എങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. എന്റെ അടുക്കൽ വന്നത് എന്തിനാ? ചേട്ടൻ പെട്ടെന്ന് ആ കുടത്തിലെ വെള്ളം ഇവൾക്ക് കൊടുക്ക. ഇവൾക്ക് ഭേദമായിക്കോളും. നീ എന്തായി പറയുന്നത്? ആ ചേട്ടാ, ചേട്ടന്റെ ഈ കുടത്തിലെ വെള്ളം കുടിച്ചിട്ട് എന്റെ കാലിലെ മുറിവ് ഭേദമായി. ഡോക്ടർ പറഞ്ഞത് പ്രകാരം അത് എന്റെ ആയുസ്സിന് ഭേദമാകാത്തതാ. ആ വെള്ളത്തിൽ തീർച്ചയായും എന്തോ മായാജാലം ഉണ്ട്.
അത് കുടിച്ചാൽ ഏത് രോഗവും ഭേദമാകാൻ സാധ്യതയുണ്ട്. ചന്തു ഗോപാലന്റെ സഹോദരിക്ക് കുടത്തിലെ വെള്ളം കൊടുക്കുന്നു. അതോടെ ഗോപാലന്റെ സഹോദരി തീർത്ത് സുഖപ്പെടുന്നു. ക്രമേണ കുടത്തിന്റെ കഥ ഗ്രാമം മുഴുവൻ പരക്കുന്നു. കുറച്ചു സമയത്തിനകം തന്നെ എല്ലാ ജനങ്ങളും മാറി മാറി ചന്തുവിന്റെ അടുക്കൽ ചികിത്സയ്ക്കായി വരാൻ തുടങ്ങി. ചന്തുവിന് എല്ലാവരെയും സഹായിക്കുന്നതിൽ വളരെ സന്തോഷം തോന്നി. വെള്ളം കൊടുക്കുന്നതിന് പകരമായി അയാൾ ആരിൽ നിന്നും ഒന്നും വാങ്ങിയിരുന്നില്ല. എന്നാൽ ജനങ്ങൾ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമായിരുന്നു. അയാൾ ഉള്ളിന്റെ ഉള്ളിൽ ആ വൃദ്ധനെ ഓർമ്മിക്കുന്നു. ആ വൃദ്ധൻ തീർച്ചയായും ഏതോ ദേവതയാ, അതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ ചന്തുവിന്റെ കടയ്ക്ക് മുൻപിൽ എപ്പോഴും രോഗികളുടെ നീണ്ട നിരയാണ്. ഇത് കണ്ടിട്ട് ചന്തു ചിന്തിക്കാൻ തുടങ്ങി. ഒരു ധനികനായ വ്യക്തി ദിവസവും ചികിത്സക്കായി വന്നാല് ഒറ്റത്തവണ കൊണ്ട് എനിക്ക് എന്തുമാത്രം പൈസ ഉണ്ടാക്കാം. ഒരു ദിവസം വയസ്സായ ഒരു മനുഷ്യൻ അയാളുടെ കടയിൽ വന്നിട്ട് പറയുന്നു. വെള്ളം. അപ്പോൾ രാജാവിന്റെ കുറെ ഭടന്മാർ ചന്തുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു. ചന്തു, നീ ആ കുടവും എടുത്ത് വേഗം ഞങ്ങളുടെ കൂടെ വാ. മഹാറാണിക്ക് മുറിവ് പറ്റിയിരിക്കുന്നു. റാണിക്ക് ഈ വെള്ളം കൊടുത്ത് സുഖപ്പെടുത്തണം. അല്പം ഒന്ന് നിൽക്കണേ, ആദ്യം ഞാൻ ഈ വയസ്സനായ മനുഷ്യന് വെള്ളം കൊടുക്കട്ടെ. വേണ്ട, ആദ്യം നീ ഞങ്ങളോടൊപ്പം നടക്ക. നീ മഹാറാണിയെ ചികിത്സിക്കുകയാണെങ്കിൽ നിനക്ക് ഒരുപാട് പണവും ആഭരണവും ലഭിക്കും. ഭടന്റെ വാക്കുകൾ കേട്ടപ്പോൾ ചന്തുവിന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉടലെടുക്കുന്നു. അയാൾ ഉടൻ കുടവും എടുത്ത് ഭടന്മാർക്കൊപ്പം കൊട്ടാരത്തിലേക്ക് പോകുന്നു. കൊട്ടാരത്തിലെത്തി അയാൾ മഹാറാണിക്ക് വേണ്ടി കുടത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ കുടം കാലിയാണെന്ന് കാണുന്നു. ചന്തു ആശ്ചര്യചകിതനാകുന്നു. മഹാരാജാവ് ചന്തുവിനോട് ചോദിക്കുന്നു. എന്തു പറ്റി ചന്തു? എന്താ ഇത്രയും സമയമെടുക്കുന്നത്? വേഗമാവട്ടെ. ഇത് എങ്ങനെ സംഭവിച്ചു? ഇതുവരെ കുടം നിറഞ്ഞിരിക്കുവായിരുന്നല്ലോ, ഇത് എങ്ങനെ കാലിയായി? ഇതെന്താ പറയുന്നത് ചന്തു? നിന്റെ കുടത്തില് വെള്ളമില്ലെന്നോ? നിന്റെ കുടത്തില് വെള്ളമില്ലായിരുന്നുവെങ്കിൽ നീ എന്തു ചെയ്യാനാ ഇവിടെ വന്നത്? കടന്നു പോ ഇവിടുന്ന്. ചന്തു നിരാശയോടെ കുടവും എടുത്ത് തിരികെ പോകുന്നു. തിരികെ വന്ന് നോക്കുമ്പോൾ അയാൾ വെള്ളം കൊടുക്കാതെ വിട്ടിട്ട് പോയ ആ വൃദ്ധനും അവിടെ ഇല്ലെന്ന് കാണുന്നു. അല്ലേ, ആ വൃദ്ധനായ മനുഷ്യൻ എവിടെ പോയി? ഇത് അദ്ദേഹം എങ്ങാനും ആയിരുന്നോ? ഈ കുട എപ്പോഴും നിറഞ്ഞിരിക്കുന്നതിന് കാരണക്കാരനായവൻ? ഇത് ഞാൻ എന്താ ചെയ്തത്? ഞാൻ അത്യാഗ്രഹം കൊണ്ട് എന്റെ സേവന മനോഭാവം ഉപേക്ഷിച്ചു. അതുണ്ടായിരുന്നുകൊണ്ടാവാം ഈ കുടത്തിൽ എപ്പോഴും വെള്ളം നിറഞ്ഞിരുന്നത്. ഇനി ഞാൻ ജനങ്ങളെ എങ്ങനെ സഹായിക്കും? അത്യാഗ്രഹമുണ്ടായതിൽ ചന്തു വല്ലാതെ പശ്ചാത്തപിക്കുന്നു. തെറ്റിനുള്ള പശ്ചാത്താപത്തിനു വേണ്ടി അയാൾ ചിന്തിക്കുന്നു. ജനങ്ങളെ ചികിത്സിച്ചതിന് പകരമായി എനിക്ക് കിട്ടിയ പണം കൊണ്ട് ഈ ഗ്രാമത്തിൽ ഒരു ഡോക്ടറെ ഏർപ്പാടാക്കിയാലോ? അതോടെ ജനങ്ങളുടെ ചികിത്സയും നടക്കും, ആർക്കും മായാജാലത്തെ ആശ്രയിക്കേണ്ടിയും വരില്ല. അതാ നല്ലത്. ചന്തു അയാളുടെ ഗ്രാമത്തിൽ ഒരു വൈദ്യനെ ഏർപ്പാടാക്കുന്നു. അങ്ങനെ അയാൾ തന്റെ തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നമുക്കൊരിക്കലും അത്യാഗ്രഹം പാടില്ല. അത്യാഗ്രഹം ഉണ്ടായാൽ നമുക്ക് നമ്മുടെ അസ്തിത്വം നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.